പ്രശാന്ത് സാർ നമസ്കാരം. പി സി ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവസാനം ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. 2 ദിവസത്തിനകം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്നും ഉടനെ തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നൊക്കെ അഭിഭാഷകൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇതിനിടയിൽ നടക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തത്, അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് കണക്കിലെടുക്കാതെ അദ്ദേഹത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ ബാലുശ്ശേരി, അതായത് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള പല പ്രഭാഷകന്മാരും ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകളുമൊക്കെ ഇവിടെ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാത്ത ഒരു ഗവൺമെൻറ്. അതുപോലെ തന്നെ AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് അദ്ദേഹം സ്ത്രീകൾക്കെതിരായിക്കൊണ്ട് പ്രസ്താവന നടത്തുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ. അവിടെ ഒന്നും കേസെടുക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്നൊരു വാദവും ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പി സി ജോർജിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഇപ്പൊ പാർത്ഥൻ പറഞ്ഞതുപോലെ, പാർത്ഥൻ അതിനകത്ത് നോട്ട് ചെയ്ത പല വിഷയങ്ങളും ചിലർക്ക് പറയാം, ചിലർക്ക് പറയാൻ പറ്റത്തില്ല. അതായത് അത്തരത്തിലുള്ള ഒരു നിയമം ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. അപ്പൊ ഇന്നലെ രാംകുമാർ, അറിയാമല്ലോ, സുപ്രീം കോടതിയിൽ ഏറ്റവും സീനിയർ അഡ്വക്കേറ്റ്, അദ്ദേഹം സുപ്രീം കോടതിയിൽ ചെന്ന അല്ലെങ്കിൽ ഒരു കേസ് വാദിക്കുമ്പോൾ അദ്ദേഹം നോട്ട് ചെയ്യുന്ന പോയിന്റുകൾ, ആ നോട്ട് ചെയ്ത പോയിന്റുകൾ എവിടെ നിന്നാണ് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിധികൾ നോട്ട് ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണെന്ന് പിന്നെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്. കാരണം അത്രയ്ക്ക് വിദഗ്ധനായിട്ടുള്ള ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ബഹുമാനിക്കുന്ന രാംകുമാർ എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഒരു ന്യായവും ഇല്ലാത്ത ഒരു കേസ്, ഒരു വിദ്വേഷ പരാമർശവും അദ്ദേഹം അന്നത്തെ ഈ പറയുന്ന വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ കാണുന്നുണ്ടായില്ല. അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യം കഴിഞ്ഞും ഏറ്റെടുത്ത നിലപാടുകൾ, അല്ലെങ്കിൽ അവർ ഓരോ സമയവും ഏറ്റെടുക്കുന്ന നിലപാടുകൾ. അതിന് ഉദാഹരണത്തിന് പുള്ളി ഒരു കാര്യം അതിനകത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും മാച്ച് നടക്കുമ്പോൾ അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ. ഇത്തരത്തിൽ അതിനകത്ത് ആ പാർട്ടി എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പി സി ജോർജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രകോപനം സാക്കിർ എന്ന് പറയുന്ന ഒരു യുവ നേതാവാണ് അതിനകത്ത് പങ്കെടുത്തത്. ഈ സാക്കിർ വളരെ പ്രകോപനപരമായിട്ട് പി സി ജോർജിനെ ഈ പറയുന്നത് പോലെ പറയുന്നു പല കാര്യത്തിലും. കാരണം പി സി ജോർജും സാക്കിറും തമ്മിലുള്ള, പി സി ജോർജിന്റെ ഷോൺ ജോർജിന്റെ മകനെ കാണത്തുള്ളൂ, പ്രായമേ കാണത്തുള്ളൂ ഈ സാക്കിർ എന്ന് പറയുന്നത്. ഞാൻ കണ്ടായിരുന്നു ആ ചർച്ച. അപ്പൊ അദ്ദേഹത്തെ പ്രകോപനം കൊള്ളുന്ന ഒരാളാണ് പി സി ജോർജ്. അത് മാത്രമല്ല പച്ചയായ മനുഷ്യനാണ്. നമ്മൾ ഈ പറയുമ്പം പലരുടെയും മുമ്പിൽ ഈ പലരും ചർച്ച ചെയ്യുമ്പോൾ പലരും മോശമാണെന്ന് പറയുന്ന പല നേതാക്കന്മാരും പച്ചയായ മനുഷ്യരുണ്ട്. പച്ചയായിട്ട് അവർ സംസാരിക്കും. അതിനകത്ത് നിങ്ങൾ എത്ര കുഴപ്പക്കാരനാന്ന് പറഞ്ഞാലും മനുഷ്യന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരാളാണ് ഈ എം എം മണി എന്ന് പറയുന്ന ആള്. പക്ഷേ പാർത്ഥൻ ചിരിക്കുമായിരിക്കും, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വം. അപ്പൊ അതുപോലെ ഇദ്ദേഹവും പ്രകോപനം വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു നാട്യങ്ങളില്ലാത്ത രാഷ്ട്രീയക്കാരനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പലതും പറയേണ്ടാത്തത് ഉണ്ടാവും, അത് പുള്ളിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയം, ഈ ഒരു പ്രത്യേക വിഷയം, ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് പല രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഈ പ്രവർത്തികളും അല്ലെങ്കിൽ പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്കറിയാം, ആലപ്പുഴയിലുണ്ടായി, അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴയുണ്ടായി, പാലക്കാട്ടുണ്ടായി, കാസർഗോഡ് ഉണ്ടായി. എന്താ പോലീസ് സ്വമേധയാ കേസെടുക്കാഞ്ഞത്, അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിൽ FIR ഇടാഞ്ഞത്? ഈ കോടതിയുടെ വിധി പുള്ളി പരിശോധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വിധി പകർപ്പുണ്ടല്ലോ വാർത്ത, അത് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ കണ്ടെത്തിയ കാരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രസ്താവനകൾ ഇല്ലായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിന് ശേഷം അദ്ദേഹം ആ ചാനലിനകത്ത് പ്രത്യേകിച്ച് പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. പിറ്റേന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിന് ക്ഷമാപണം നടത്തുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാം. ഈ പറയുന്ന പോലെ P ചിദംബരത്തിന്റെയും മനീഷ് സിസോദിയയുടെയും ഒക്കെ രാഷ്ട്രീയക്കാരുടെ കേസുകൾ 3 കൊല്ലം മാത്രമുള്ള കേസാണ്, ശിക്ഷിക്കാവുന്ന കേസാണ്. ഇതിനകത്ത് അവരെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ കേസ് വരുമ്പോൾ സമാനതകളുടെ കേസ് നേരത്തെ വന്നിട്ടുള്ളതാണെങ്കിൽ അതിന് ജാമ്യം കൊടുക്കാവുന്നതാണ്. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ഒരു കാരണവശാലും വിമർശിക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയിലുള്ള, അതും ഈ രാംകുമാർ സാർ പറഞ്ഞു, ഇന്ന് ഇന്ത്യയിലുള്ള ഏക മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗ് ആണ് പാർത്ത
ഇവിടെ ഇന്ത്യ വിഭജനത്തിന് മുമ്പും അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം നിങ്ങൾക്കറിയാം, വാർത്തയിലറിയാമല്ലോ, ആദ്യത്തെ പ്രാവശ്യം രാഹുൽ ഗാന്ധി 14-ലാണോ മത്സരിക്കുന്നത്, 19-ലാണോ? ഏതായാലും ആദ്യത്തെ പ്രാവശ്യം മലപ്പുറത്ത് 19 മത്സരിക്കുമ്പോൾ മലപ്പുറത്ത് ഇവരുടെ കൊടി ഉയർത്തി കാണിച്ചത് ആ കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പാകിസ്ഥാനികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നിടത്ത് പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് വടക്കേന്ത്യ പ്രചരണം നടന്നപ്പോൾ അതിനകത്ത് വലിയൊരു പ്രതിഫലനം ഉണ്ട്. അതായത് ഇന്ത്യ വിഭജനത്തിന് നിന്ന പാർട്ടി എന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഇപ്പോഴും ഇന്ത്യയിൽ അത്രയ്ക്ക് വെറുപ്പോട് കൂടി കാണുന്ന, വടക്കേന്ത്യക്കാർ അത്രയ്ക്കും വെറുപ്പോട് കൂടി കാണുന്ന പാർട്ടിയാണ്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചപ്പെടും. അല്ലെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയൊക്കെ സംസാരിക്കുന്ന മുസ്ലിം ലീഗുകാര് മുത്തലാഖിന്റെ നിയമം വന്നപ്പോൾ ഏത് നിലപാടാണ് എടുക്കുന്നത്? അല്ലെങ്കിൽ ഈ പല നിയമങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമം വന്നപ്പോൾ ഏത് രീതിയിലാണ് സംസാരിച്ചത്? ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറയുന്നത് പോലെ വഖഫ് ന്യായമായിട്ടുള്ള, അല്ലെങ്കിൽ ആരുടെയും സ്വത്ത് പിടിച്ചു പറിക്കേണ്ടാത്ത രീതിയിലുള്ള നിയമം വന്നപ്പോൾ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്? അതായത് ഒരു മതരാഷ്ട്രത്തിനകത്ത് അവർ പറയുന്ന ശരീഅത്ത് നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലും ഒത്താശകൾ ഒരുപക്ഷെ ചെയ്തു കൊടുക്കുന്നതും അത് ശരിയാണെന്ന് പറയുന്നതുമായിട്ടുള്ള പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. ഈ ഏറ്റവും അവസാനം കാന്തപുരം സ്ത്രീകളെ വിമർശിച്ചപ്പോൾ, ഇപ്പൊ വാർത്ത പറഞ്ഞല്ലോ, വിമർശിച്ചപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ആവണ്ട, ഒരു പാവം പിടിച്ച തള്ള 25 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി, അവരാ കുഞ്ഞുങ്ങളെ വളർത്തി, ആ കുഞ്ഞുങ്ങളെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അവരെ ടൂറിന് കൊണ്ടുപോയപ്പോൾ അവർക്ക് സന്തോഷം സഹിക്കാതെ വയ്യാതെ വന്നോ, അവർ മഞ്ഞിനകത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഇവിടുത്തെ ഒരു ഉസ്താദ് പറയുന്നു അത് ശരിയല്ലെന്ന്. ആ ഉസ്താദ് പറയുന്ന കാര്യം ശരിയല്ലെന്ന് കാന്തപുരം പറയുന്നു. ആ ഉസ്താദും കാന്തപുരവും ഈ പറയുന്നത് ഒരേ നിലപാടുള്ളവരായിരിക്കട്ടെ. ഈ മുസ്ലിം ലീഗുകാരുടെ നേതാക്കന്മാർക്ക് പറയണ്ടേ അതങ്ങനെയല്ല, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നിൽക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയണം. മാത്രമല്ല ഈ നമ്മുടെ സിറിയയിലാണോ, അല്ലെങ്കിൽ സിറിയയിലല്ലോ, ഒരു പള്ളിയുടെ കാര്യം വന്നപ്പോൾ ലേഖനം എഴുതിയവനല്ലേ ഇപ്പോഴത്തെ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ അവർക്ക് മതമുണ്ട്, അവരുടെ മതം അവർ പ്രചരിപ്പിക്കും. അതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയെ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ശരീഅത്ത് നിയമമാണ് ശരി, അത് ശരിയാക്കുന്നതിന് വേണ്ടി സംസാരിക്കും. അത് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ അവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. നിങ്ങൾക്കറിയാം, പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഈ പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ശരിയല്ല, അവർ SDP-ക്കാരുടെ കൂടെയാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്, അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇവിടെ മതധ്രുവീകരണം ഉണ്ടാക്കുവാണെന്ന് രാഷ്ട്രീയ ഭാഷയിൽ സംസാരിച്ച ഇവിടുത്തെ ഷാജി എന്താ പറഞ്ഞ്, ഞങ്ങളുടെ നേതാവിനെ പറഞ്ഞാൽ കാണിച്ചു തരും. ഏത് ഭാഷയാ അത്? കാണിച്ചു തരും, വെച്ചേക്കത്തില്ല, കൊല്ലും തിന്നും. ഇത് ഇവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ സംസാരിക്കുന്ന സംസാരമാണല്ലോ. അപ്പം ഇതാണ് ഈ രാജ്യത്ത്. ഇതിനെ എതിർക്കാൻ ആരില്ല, ഇതിന് ഒത്താശ പിടിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസ്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിഭജിച്ച സമയത്ത് ജിന്ന പാകിസ്ഥാനുമായിട്ട് പോയ സമയത്ത് പാകിസ്ഥാനിൽ പോയി ജിന്നയോട് കേരളത്തിലെ ഈ മുസ്ലിം ലീഗുകാർ ചോദിച്ചു, ചരിത്രം നോക്കിയാൽ മനസ്സിലാവും, ഞങ്ങളെയും കൂടെ കൂട്ടാമോ? അന്ന് ജിന്ന പറഞ്ഞായിരുന്നേ ഇവന്മാരിപ്പോ പാകിസ്ഥാനിലായിരുന്നു. അവനാ ഇവിടെ മതേതരത്വ ജനാധിപത്യ സംവിധാനവും BJP-യെ ഫാസിസ്റ്റ് പാർട്ടി എന്നും, അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി എന്നൊക്കെ വിളിക്കുന്നത്. അവനെ ഓറഞ്ച് ആരി നിന്നിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ വോട്ട് വേണമെന്ന് കണ്ട് ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കേരളത്തിലെയും, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനവും അവരുടെ രീതികളും അവരുടെ പോക്കും ഈ രാജ്യത്തിന് ഉതകുന്നതല്ലെന്ന് കാണിച്ചു കൊടുക്കുന്നവനെയൊക്കെ പിടിച്ച് ജയിലിടുന്നതിന് വേണ്ടി FIR തയ്യാറാക്കുന്ന പോലീസ്, അതിനൊത്താശ നിൽക്കുന്ന ഭരണകൂടം, അതിനൊത്താശ നിൽക്കുന്ന പ്രതിപക്ഷം, ഇതാണ് ഇന്നലെ രാംകുമാർ സാറ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ പറയും ഇത് വർഗീയതയാണ്. ഇപ്പൊ സംശയം ചോദിക്കാനുണ്ടായിരുന്നു. കാരണം സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലാണ്, അതായത് എല്ലാ കാര്യങ്ങളിലും ഇവർ ഈ ശരീഅത്ത് നിയമത്തിൻ്റെ ചുവട് പറ്റിയാണ് പോകുക. അതായത് സിവിൽ നിയമം ശരീഅത്ത്, അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മതനിയമമുണ്ട്, മുസ്ലിം വ്യക്തി നിയമ ബോർഡുണ്ട്, അവർക്ക് പ്രത്യേകമായിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ബോർഡൊന്നും ഉള്ളതായിട്ട് ഞാൻ അറിയില്ല. പക്ഷേ ഈ വ്യക്തി നിയമങ്ങളെ, സിവിൽ നിയമങ്ങളെ ശരീഅത്തുമായി കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, അതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ, ഈ ക്രിമിനൽ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇന്ത്യൻ ഭരണഘടന മതി, ശരീഅത്ത് നിയമമേ വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് സർ. അതും കൂടെ ശരീഅത്താക്കുന്നല്ലേ നല്ലത്? എന്റെ പൊന്നു വാർത്ത, ഞാനിതേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ പറയുന്നതെല്ലാം ശരി, ഞങ്ങളുടെ താല്പര്യങ്ങളെല്ലാം അംഗീകരിച്ചോണം.
ആ ഒരു രീതി അവര് എല്ലാ കാര്യത്തിലും അവലംബിക്കുന്നത്. നിയമത്തിന്റെ കാര്യത്തിലായാലും, കല്യാണത്തിന്റെ കാര്യത്തിലായാലും, ഊണിന്റെ കാര്യത്തിലായാലും, കിടക്കയുടെ കാര്യത്തിലായാലും, പെണ്ണിന്റെ കാര്യത്തിലായാലും, ഏത് വിഷയത്തിനകത്ത് അവർക്ക് അവരുടേതായ ഒരു നിയമമുണ്ട്. അതായത് ഈ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കാനോ, ഈ രാജ്യത്തെ മറ്റുള്ളവരെ അംഗീകരിക്കാനോ, ഈ രാജ്യത്തെ സംവിധാനങ്ങളെ അംഗീകരിച്ച് പോകാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ അവര് ഭൂരിപക്ഷമാകുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ ബലത്തിൽ വരും. അതിനുശേഷം അവർക്ക് അത് നടപ്പാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ അവർ അടിച്ചേൽപ്പിക്കും. അതാണ് ഇവിടെ ലോകത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിനകത്ത് സംശയത്തിന്റെ കാര്യമൊന്നുമില്ല. അവർക്കുടെ നിയമം അവരാ തീരുമാനിക്കുന്നത്. ആ നിയമത്തിന്റെ പുറത്ത് അവർ മുന്നോട്ട് പോകത്തുള്ളൂ. അതൊരു പരിധി വരെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് അതിനുശേഷം ഇങ്ങോട്ട് ഇത് അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നു. ബ്രിട്ടീഷുകാർ ഇത് അംഗീകരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ ഞങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോയാലും യുവമാരെ കൊണ്ട് ഈ രാജ്യം നയിച്ചോട്ടെന്ന് പറഞ്ഞുകൊണ്ടാ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു കൊടുത്തത്. അതിനുശേഷം ഇവിടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചെടുത്ത് പാർത്തൻ അറിയാവോ? ഇപ്പം ഇന്ത്യ അല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള ഏത് സ്വാധീനമുള്ള രാജ്യവുമായിട്ട് നിയമത്തിനകത്ത് പല നിയമമുള്ള രാജ്യം ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിനകത്ത് ശരീഅത്ത് നിയമം ഉണ്ടെങ്കിൽ ശരീഅത്ത് നിയമം മാത്രമേ ഉള്ളൂ. ഒരു ഭരണഘടനയ്ക്കകത്ത് വിവിധ നിയമങ്ങളും അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വിവിധ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞത്. ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയുമ്പോഴും ബഹളമാ. കാരണം 9 കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എനിക്കും ആഗ്രഹമുണ്ട് ഒരു 3-4 കല്യാണമൊക്കെ ജീവിക്കണമെന്നും കാര്യമുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തി പോകണമെന്നും ഒക്കെ. പക്ഷെ ഇത് നമുക്ക് അനുവദിക്കുന്നില്ല. ഇത് അവർക്കേ ഉള്ളൂ. അപ്പൊ എല്ലാ രീതിയിലും അപ്പൊ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ല. അപ്പൊ ഇതിനകത്ത് ഈ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ടയുടെ കാര്യമാണ് പി സി ജോർജ് പറഞ്ഞത്. ഈ അജണ്ടയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം പി സി ജോർജിന് എന്തായാലും കാര്യം കേട്ടോ, ഞാൻ കാണുന്ന രാഷ്ട്രീയത്തിനകത്ത് ഇതുപോലെയായിരുന്നല്ലോ സുരേഷ് ഗോപിയുടെ പുറകിൽ. കാരണം BJP കാരനായതുകൊണ്ടും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കാര്യം പറഞ്ഞു നിൽക്കുന്ന ഒരാളാവുന്നത് കൊണ്ടും ശരിയായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാവുന്നത് കൊണ്ടും അത് കേൾക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടും അവനെ ഇല്ലായ്മ ചെയ്യണം. ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു രീതി പ്രാർത്ഥന കണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ട് ഇദ്ദേഹം നേരത്തെ കോടതിക്ക് ഹാജരാകുന്നു. കോടതിയിൽ ഹാജരായതിനു ശേഷം 2 ദിവസത്തേക്ക് റിമാൻഡ് അല്ലെങ്കിൽ പറയാം കസ്റ്റഡി വേണമെന്ന്, കസ്റ്റഡിയിൽ ഇന്ന് 6 മണി വരെ കൊടുക്കത്തുള്ളൂ എന്ന് കോടതി പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആ മാധ്യമങ്ങളുടെ ചർച്ച നിങ്ങൾ കാണുമായിരുന്നു. നിങ്ങൾ കണ്ടില്ല. അവർക്കങ്ങ് വിഷമമാണ്. 6 മണി വരെ കസ്റ്റഡി ഉള്ളൂ എന്ന് പറയുമ്പോൾ 6 മണിക്ക് ശേഷം വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ജാമ്യം കോടതി അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി വരുമോ എന്നുള്ള ഒരു വെപ്രാളത്തിൽ യാതൊരു കാരണവശാലും വിധി അങ്ങനെ ആവരുതെന്നുള്ള രീതിയിൽ ഈ കോടതിയെ സ്വാധീനിക്കുന്ന രീതിയിൽ അല്ലെ കോടതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അത്തരത്തിൽ ഏതാണ്ട് ഒരു വലിയ പാതകം, ഇന്നലെ ഒരു 5 കൊലപാതകം നടത്തിയ ഒരു ആളുണ്ട്. അതിനെക്കാട്ടി വലിയൊരു ക്രിമിനലായിട്ട്, അതിനെക്കാട്ടി വലിയൊരു ആളായിട്ട്, ഏറ്റവും വലിയൊരു മോശക്കാരനായിട്ട് 30-35 കൊല്ലം MLA ആയിട്ടിരുന്ന ആളാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ്. ഇത്രയും പ്രായമുള്ള ഒരാളാണ്. അയാളെ എങ്ങനെയും ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു വ്യഗ്രത. അതിനുശേഷം ഇവർക്ക് ഈ നിയമത്തെ പറ്റി അറിയില്ല. 14 ദിവസം ഡിമാൻഡ് ചെയ്തു. ഇതായിരിക്കും ഈ 14 ദിവസം കോടതി ഒരു കേസുമായിട്ട് ആര് ചെന്നാലും ആദ്യത്തെ എഴുത്തെന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ജഡ്ജി കഴിഞ്ഞാൽ 14 ദിവസം ഉണ്ടാവും. ഈ 14 ദിവസത്തിനകത്ത് ജാമ്യം എടുക്കുന്നതിന് നാളെ വേണേ ജാമ്യം കിട്ടാം, അന്നേരം വേണേ ജാമ്യം കൊടുക്കാം. റിമാൻഡ് എഴുതുന്നത് അങ്ങനെ എഴുതത്തുള്ളൂ. അതിൽ കുറച്ച് എഴുതുന്ന ഒരു സമീപനം കോടതിക്ക് നമ്മൾ കാണുന്നില്ല. അപ്പൊ അവർ വിചാരിച്ചിരിക്കുന്നത് ഇത് അറിയാൻ പറ്റാത്ത യൂട്യൂബർമാരും അല്ലെങ്കിൽ ഈ മെയിൻ ചാനലുകളിൽ വന്നിരിക്കുന്ന അവർക്ക് ഇതിനെപ്പറ്റി നിയമത്തെ പറ്റി ഒന്നും അറിയത്തില്ല. അവര് പറയുന്ന നിയമം ആയിരിക്കണം കോടതിയിൽ നിന്ന് ഉണ്ടാവേണ്ട എന്നുള്ള നിർബന്ധമുള്ളൂ. അല്ലെ നിയമം എന്തുവാന്നോ ഇതിന്റെ കാര്യങ്ങൾ എന്തുവാന്നോ അറിയത്തില്ല, വിളിച്ചു പറഞ്ഞിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു അജണ്ട, അത് ഈ പറയുന്നത് പോലെ അതിനകത്ത് മാധ്യമങ്ങളുണ്ട്, ചില താല്പര്യക്കാരുണ്ട്, ഇസ്ലാമിസ്റ്റുകളുണ്ട്, ഇസ്ലാമോഫോബിയ ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കാൻ ഈ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വന്നപ്പോൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു, പി സി ജോർജിനെ ജയിലിലിട്ടു, പി സി ജോർജിനെ ഇല്ലായ്മ ചെയ്തു. അതാണ് രാംകുമാർ സാർ പറഞ്ഞത്. അപ്പൊ ഇവിടെ ന്യായവും നീതിയും ഒക്കെ ഈ പറയുന്നത് പോലെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് രാംകുമാർ പറഞ്ഞത്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഞാൻ കോടതി വിധിയെ ഒന്നും മാനിക്കാതെ പോകുന്നില്ല. ഈ വിധിക്ക് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾക്ക് മേൽക്കോടതിയിൽ അദ്ദേഹത്തിന്റെ വക്കീലന്മാരെ സമീപിച്ച് അതിന് തിരുത്തൽ വരുത്താവുന്നതാണ്. അതാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് അദ്ദേഹം ഒരുപക്ഷെ ഈ സംഘിയും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഏതായാലും പുള്ളി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾക്കും ശരിയെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും. എന്നാലും ഇത്രയും സീനിയറായ ഒരു അഭിഭാഷകൻ, ഒരുപാട് കേസുകൾ കണ്ട, ഒരുപാട് വിധിന്യായങ്ങൾ കേട്ട ഒരു അഭിഭാഷകൻ, അദ്ദേഹം പറയുന്ന വാക്കുകളിൽ കഴമ്പുണ്ട്. ഇത് തന്നെയാണ് പൊതുസമൂഹത്തിൽ ഒരു വിഭാഗവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മറ്റുള്ള ചില ആളുകളുടെ പ്രതികരണങ്ങളിൽ, ചില വാക്കുകളിലൊന്നും കേസെടുക്കാത്ത സർക്കാരും പോലീസുമൊക്കെ ഇത്ര തിടുക്കത്തിൽ കേസെടുക്കുകയും അതിന് വളരെയധികം സമ്മർദ്ദപരമായി നിന്ന മാധ്യമങ്ങളുമൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.